മണി കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾജിബ്രാക് ലിമിറ്റും ട്രിഗ്നോമെട്രിക് ലിമിറ്റും പഠിച്ചിരുന്നു. എന്നിട്ട് ഓൾജിബ്രാക് ലിമിറ്റിൻ്റെ 2 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ട്രിഗ്നോമെട്രിക് ലിമിറ്റിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. ഈ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സൈൻ എ എക്സ് ബൈ ബി എക്സ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് ഒന്ന് നോക്കിക്കോണേ. എക്സിന് 0 എടുക്കുമ്പോൾ സൈൻ 0, അത് 0 ബൈ താഴെ ബി ഇൻറ്റു 0, അപ്പോൾ അതും 0/0 ഫോമാണ്. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിഗ്നോമെട്രി ഇല്ലേ? ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് ആയ സൈൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ഇതിൻ്റെ വാല്യൂ ആണ് 1. നമ്മൾ ഈ രീതിയിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ നോക്കാം, സൈൻ എ എക്സ് വരുമ്പോൾ ഇവിടെ നോക്കാം, സൈൻ എക്സ് വന്നപ്പോൾ താഴെ എക്സ്. അപ്പോൾ സൈൻ എ എക്സ് വരുമ്പോൾ താഴെ നമുക്ക് എ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബി നമുക്ക് ആവശ്യമില്ല. ബി കോൺസ്റ്റന്റ് അല്ലേ? ബി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബി എ ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം. കാരണം ലിമിറ്റിൻ്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാമെന്ന് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ലിമിറ്റിന് ബി എ നമ്മൾ 1/b, ബി താഴെയാണ്, 1/b നമ്മൾ വെളിയിലേക്ക് മാറ്റി എഴുതി. എന്നിട്ട് ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ബി നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്, സൈൻ എ എക്സ് അല്ലേ, സൈൻ എ എക്സ് ബൈ എക്സ് നമ്മൾ എഴുതി. ബി നമുക്ക് അതിൻ്റെ അത് ആവശ്യമില്ല. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. നമ്മൾ സൈൻ എ എക്സ് വന്നുകൊണ്ട് താഴെ എ എക്സ് വരണം. അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി എഴുതും. 1/b ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് വന്നുകൊണ്ട് നമുക്ക് താഴെ എക്സേ ഉള്ളൂ, ഒരു എയും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിൽ എ വരുന്നു. ഡിനോമിനേറ്ററിൽ ഒരു എ വന്നു. എ വരുമ്പോൾ വില മാറും. വില മാറാതിരിക്കാൻ ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ എ ഇൻറ്റു എ. അപ്പോൾ ഇത് സൈൻ എക്സ് ബൈ എക്സ് ഫോമിലായി. സൈൻ കഴിഞ്ഞ് എന്ത് വരുന്നോ അത് തന്നെ താഴെ വരണം. അപ്പോൾ അത് ഓക്കെ ആയി. നമുക്ക് ഈ എ എന്ന് പറഞ്ഞ ആവശ്യമില്ല. എ വെളിയിലേക്ക് എടുക്കാം. ലിമിറ്റിന് എ മേളിലാണ്, എ ബൈ ബി വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ്. കണ്ടോ, ഈ ലിമിറ്റിന്റെ വാല്യൂ നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഫോമിലല്ലേ, അതിന്റെ വാല്യൂ 1. അപ്പോൾ എ ബൈ ബി ഇൻറ്റു 1 വരും. ആൻസർ എ ബൈ ബി എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ്. അപ്പം ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ സൈൻ 0 ബൈ സൈൻ 0, അതായത് 0/0 വരും. ഡയറക്റ്റ് ലിമിറ്റ് പറ്റിയല്ല. പിന്നെ പറ്റുന്നത് സൈൻ എക്സ് ബൈ എക്സ് ആണ്. നമ്മുടെ ആ ലിമിറ്റ് തന്നെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതിൻ്റെ ആ ഫോമിലേക്ക് നമ്മൾ ഇവിടെ മാറ്റുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ന്യൂമറേറ്ററിലും സൈൻ എ എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഡിനോമിനേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ സൈൻ എ എക്സ് വരും. സൈൻ എ എക്സിൻ്റെ കാര്യം ഓക്കെ ആക്കാം. സൈൻ എ എക്സ് വരുമ്പോൾ താഴെ ഏത് വരണം? സൈൻ എക്സ് വന്നപ്പോൾ താഴെ എക്സ്. അപ്പോൾ സൈൻ എ എക്സ് വരുമ്പോൾ താഴെ എ എക്സ്. ഇവിടെ താഴെ ഒന്നുമില്ലായിരുന്നു, നമ്മൾ ഫുൾ എ എക്സ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വില മാറാതിരിക്കാനായിട്ട് ഇൻറ്റു എ എക്സ് തന്നെ ചെയ്യണം. എയും എക്സും ഇല്ലായിരുന്നു, രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തോണം. ഇപ്പം ഡിവൈഡ് ചെയ്തപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിലും അതുപോലെ, ഡിനോമിനേറ്റർ സൈൻ ബി എക്സ് അല്ലായിരുന്നു. സൈൻ ബി എക്സ് വരുമ്പോൾ താഴെ ബി എക്സ് വരണം. അപ്പോൾ നമ്മൾ ബൈ ബി എക്സ് ചെയ്തപ്പോൾ വില മാറാതിരിക്കാൻ ഇൻറ്റു ബി എക്സ് ചെയ്തു. നമുക്ക് ശരിക്കും ഈ സംഗതികളും മതി ലിമിറ്റിൻ്റെ അകത്ത്. ഇത് വേണ്ടാത്ത എ ബൈ ബി കോൺസ്റ്റന്റ് ആണ്. എക്സ് വെട്ടിക്കളയണേ, അല്ല തെറ്റിപ്പോവും. എക്സ് ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് അവിടെ കിടക്കരുത്. എക്സിൻ്റെ ടൈം ലിമിറ്റ് നമ്മൾ എക്സിനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ടൈം അവിടെ കിടന്നോണം. ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് എയും ബിയും കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം. എ ബൈ ബി ഇൻറ്റു നമുക്കതിനെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാൻ നമ്മൾ ഓൾജിബ്രാക് ലിമിറ്റിൻ്റെ അത് പഠിച്ചതാണ്. താഴെ അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു സൈൻ എ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് എ എക്സ് ബൈ എ എക്സിൻ്റെ ലിമിറ്റ് 1 ബൈ താഴെ അതുപോലെ 1 വരും. അപ്പോൾ ആൻസർ എ ബൈ ബി എന്ന് തന്നെ കിട്ടും. മുമ്പ് ഇതുപോലെ തന്നെ എ ബൈ ബി എന്ന് തന്നെ കിട്ടും. ഓക്കെ, എളുപ്പമാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചാൽ മതി നിങ്ങൾ. ഈ ഇക്വേഷൻ എപ്പോഴും മനസ്സിലുണ്ടാക്കിയാൽ ഈ ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരിക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഇൻറ്റു അല്ല പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ്. ഇക്വേഷൻ വായിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1. അപ്പോൾ നിങ്ങൾ നോക്കുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആയിരിക്കണം. ഇവിടെ എക്സ് ടെൻസ് ടു പൈ ആണ്, നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം. സൈൻ പൈ മൈനസ് എക്സ് വന്നപ്പോൾ ഇപ്പോൾ സൈൻ എക്സ് വരുമ്പോൾ താഴെ എക്സാ, സൈൻ പൈ മൈനസ് എക്സ് വരുമ്പോൾ താഴെ പൈ മൈനസ് എക്സ് ഉണ്ട്. ഈ പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിനെ നമുക്ക് ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം. പൈ കോൺസ്റ്റന്റ് ഇല്ല, ലിമിറ്റിന്റെ അകത്ത് ഇടേണ്ട കാര്യമില്ല. അപ്പം ബാക്കി ഭാഗം ഓക്കെയാണ്. ഈ എക്സ് ടെൻസ് ടു പൈയെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പം നമുക്ക് ലിമിറ്റ് ഒരേ ലിമിറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല, ആ ലിമിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ ലിമിറ്റ് ഇടാം, മീനിങ് മാറാത്ത രീതിയിൽ. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് വെൻ എക്സ് ടെൻസ് ടു പൈ എന്നാണ്. എക്സ് പൈയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എക്സിന്റെ സ്ഥാനത്ത് പൈ മൈനസ് എക്സ് അല്ലേ കിടക്കുന്നത്, പൈ മൈനസ് എക്സ് എങ്ങോട്ട് ടെൻഡ് ചെയ്യും? എക്സ് പൈയിലേക്ക് പോകുമ്പോൾ ഈ പൈക്ക് മാറ്റൊന്നുമില്ല, പൈ തന്നെ മൈനസ് എക്സിനെ നമ്മൾ പൈയിലേക്കാണ് പോകുന്നത്. എക്സ് ടെൻസ് ടു പൈ ആകുമ്പോൾ ഈ എക്സിന് വരെ നമുക്ക് പൈ കൊടുക്കാം ഈക്വൽ ടു 0. അതായത് പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് വരും കേട്ടോ. എക്സ് ടെൻസ് ടു പൈക്ക് തുല്യമാണ് പൈ മൈനസ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് എക്സ് ടെൻസ് ടു പൈക്ക് പകരം ഇനി പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റാൻ പോവാണ് ലിമിറ്റിനെ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സ് ഇൻറ്റു ബൈ പൈ മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എക്സ് ഈക്വൽ ടു ഈ പൈ ലിമിറ്റിന് വെളിയിലേക്ക് ഇടുന്നു 1/π ലിമിറ്റ്. ഇനി എക്സ് ടെൻസ് ടു പൈക്ക് പകരം ഞാൻ ഈ പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്ന് ഇടുന്നു. പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 ബാക്കി അതേപോലെ പയ്യെ നമ്മൾ വെളിയിൽ എടുത്തല്ലോ, സൈൻ പൈ മൈനസ് എക്സ് ബൈ പൈ മൈനസ് എക്സ് ഇടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടി പൈ മൈനസ് എക്സിന് യു എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല, ഇതിൽ തന്നെ വാല്യൂ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തോളുക. 1/π ഇൻറ്റു ലിമിറ്റ് പൈ മൈനസ് എക്സിന് യു കൊടുത്തില്ലേ, അപ്പോൾ യു ടെൻസ് ടു 0, പൈ മൈനസ് എക്സ് ടെൻസ് ടു 0 എന്നുള്ളത് യു ടെൻസ് ടു 0 എന്ന് വരും. സൈൻ പൈ മൈനസ് എക്സിന് വരെ യു കൊടുക്കാം, ബൈ പൈ മൈനസ് എക്സിന് വരെ യു ഇതുണ്ട്. ഇതിൻ്റെ ലിമിറ്റ് എന്നതാ ഇത് നോക്കാം, എക്സ് മാറി യു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1/π ഇൻറ്റു 1 വരും. അപ്പോൾ ആൻസർ 1/π എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിക്കാം. എപ്പോഴും നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് നോക്കണം, ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഡയറക്റ്റ് തരാം. ഇതേ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x by pi minus x. cos x by pi minus x. x tends to 0 യാ. നിങ്ങൾ നോക്കിയേ, എക്സിന് 0 കൊടുത്താൽ ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരില്ല. പൈ മൈനസ് 0 എന്നാ പൈ വരും. ഒന്നും പേടിക്കണ്ട, ഡിനോമിനേറ്റർ 0 വരുന്നില്ല, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാം. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്കും cos 0 by pi minus 0 എന്ന് വരും. cos 0 1 ആണ്, 1/π എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ലിമിറ്റിന്റെ ആവശ്യമുള്ളൂ, ഒരു പ്രശ്നമില്ല. എക്സിന് നേരിട്ട് 0 കൊടുത്താൽ മതി. cos 0 1 ആണ്, പൈ മൈനസ് 0 പൈ വരും, 1/π ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു സീക്ക് എക്സ്. ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല, ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സീക്ക് 0 വരും. സീക്ക് 0യുടെ വാല്യൂ 1 ആണ്. അതറിയാൻ മേലാത്തവർ 0 ഇൻറ്റു 1/cos 0 എന്ന് എഴുതാം. 1/cos 0 1 അല്ലേ, ഇപ്പോൾ 0 ഇൻറ്റു 1 വരും. 0 ഇൻറ്റു 1 0. 0 ഇൻറ്റു സീക്ക് 0 എന്ന് പറയുമ്പോഴേ ഉടനെ 0 എന്ന് എഴുതിയേക്കരുത്, 0 ഇൻറ്റു ആണെന്ന് പറഞ്ഞത്. കാരണം ഇതിന്റെ ആൻസർ 1/0 വന്ന പ്രശ്നമാണ് സീക്ക് 0യുടെ ആൻസർ. ഇവിടെ സീക്ക് 0 1 ആയതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം ഇവിടെ കൊസീക്ക് ആയിരുന്നെങ്കിൽ കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ 1/0. കൊസീക്ക് 0യുടെ വാല്യൂ 1/sin 0 അല്ലേ, 1/sin 0 എന്ന് വെച്ചാൽ 1/0 വരും. അപ്പോൾ 0 ഇൻറ്റു 1/0 വരുമ്പോൾ 0/0 വരും. അപ്പോൾ വേറെ രീതി ചെയ്യാം, അതായത് ഒന്ന് കാണിക്കാം. ഇവിടെ സീക്ക് ആയതുകൊണ്ട് സീക്കിന്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്. ഈ ക്വസ്റ്റിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് ആയിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നു വന്നതെങ്കിൽ നമ്മളിതിനെ ഇതുണ്ടോ 0 ഇൻറ്റു കൊസീക്ക് 0 വരും. കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 1/sin 0 ആണ്. അതായത് 0 ഇൻറ്റു 1/0 വരും, അതായത് 0/0 വരും. 0/0 വന്നാൽ പറ്റത്തില്ല, അത് ശ്രദ്ധിക്കണം. സീക്ക് 0 ആയതുകൊണ്ടാണ് പ്രശ്നമില്ല. ഞാൻ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് പറ്റിയല്ല, ഡയറക്റ്റ് ലിമിറ്റ് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ മാറ്റണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു കൊസീക്കിനെ 1/sin x എന്ന് എഴുതുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/sin x വരും.
നമ്മൾ പഠിച്ച sin x by x ന്റെ ലിമിറ്റ് 1 തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 x by sin x എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. റെസിപ്രോക്കൽ എഴുതിയാലും ശരിയാണ്. x by sin x എന്നോ sin x by x എന്നോ വന്നാൽ 1. അത് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ 1 കിട്ടും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ x ഇൻറ്റു sec x വന്നപ്പോഴത്തേക്കും 0 വന്നു. അത് പ്രോബ്ലം ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ രീതി ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ലിമിറ്റ് പറ്റത്തില്ല. ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. വേറൊരു ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 cos 2x minus 1 by cos x minus 1. Limit x tends to 0 cos 2x minus 1 by cos x minus 1. x ന് 0 കൊടുത്ത് നോക്കിയേ. cos 2 into 0 cos 0 വരും. cos 0 1 minus 1 അത് 0 വരും. മേളിൽ താഴെ 1 minus 1 0 വരും. അത് പറ്റത്തില്ല. ഡയറക്റ്റ് ലിമിറ്റ് പറ്റിയില്ല. പിന്നെയുള്ളത് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് ആണ്. ട്രിഗ്നോമെട്രിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലിമിറ്റ് x tends to 0 sin x by x equal to 1 ആ ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിനായിട്ട് നമ്മൾ cos 2x-നെയും cos x-നെയും ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ട്രിഗ്നോമെട്രിയുടെ ഇക്വേഷൻ cos 2x-ന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാണ്. cos 2x-ന് 4 ഇക്വേഷൻ പഠിച്ചത്. അതിൽ സൈൻ മാത്രമുള്ള ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. സൈൻ മാത്രമുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? 1 minus 2 sin square x. cos 2x-ന് നമുക്ക് 1 minus 2 sin square x എന്നില്ല. അതുപോലെ തന്നെ cos x-നെ ഇപ്പം cos 2x വന്നപ്പോൾ 1 minus 2 sin square x. അങ്ങനെയാണെങ്കിൽ 2x മാറി x വരുമ്പോൾ 1 minus 2 sin square നോക്കുക. ഇവിടെ 2x വന്നപ്പോൾ അതിന്റെ പകുതിയായ x ആയിരുന്നു. അപ്പോൾ ഇവിടെ x വരുമ്പോൾ x-ന്റെ പകുതിയായ x/2 വരും. x/2 എന്ന് എഴുതണം. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കണക്ട് ചെയ്തില്ല. cos 2x വന്നപ്പോൾ 2x-ന്റെ പകുതിയായ x മതി ഇവിടെ. അപ്പോൾ cos x വരുമ്പോൾ x-ന്റെ പകുതിയായ x/2 വരാൻ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് ആ ലിമിറ്റിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 cos 2x minus 1 by cos x minus 1 equal to ലിമിറ്റ് x tends to 0 cos 2x-ന് പകരം 1 minus 2 sin square x എഴുതുന്നു minus 1. അതുകൊണ്ട് cos 2x-ന് പകരം 1 minus 2 sin square x എഴുതി minus 1 by അതുപോലെ താഴെ cos x-ന് പകരം 1 minus 2 sin square x/2 എഴുതുന്നു minus 1. ഇവിടെ നോക്കിയാൽ ഇവിടെ +1 ഇവിടെ -1 തനിച്ചുണ്ട്. അത് വെട്ടിക്കളയാം. താഴെ അതുപോലെ +1 -1 ഉണ്ട്. വെട്ടിക്കളയാം. പിന്നെ മിച്ചമുള്ളത് എടുത്തെഴുതുക. ലിമിറ്റ് x tends to 0 minus 2 sin square x by minus 2 sin square x/2. ഈ -2 വെട്ടിക്കൊള്ളൂ. പിന്നെ ഇവിടെ sin square x by sin square x/2 നമുക്ക് ഒരുമിച്ച് സ്ക്വയർ ആക്കാം. sin square x എന്ന് വെച്ചാൽ sin x ഹോൾ സ്ക്വയർ ആണല്ലോ. sin square x/2 എന്ന് വെച്ചാൽ sin x/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഹോൾ സ്ക്വയർ കിട്ടേക്കാം. ലിമിറ്റ് x tends to 0 sin x by sin x/2 എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് സ്ക്വയർ ഇടാം. ഇനി നമ്മൾ ആ ഇക്വേഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാം. ലിമിറ്റ് x tends to 0 മേളിൽ sin x വരുമ്പോൾ അതിന് താഴെ x വരും. താഴെ x ഇട്ടപ്പോൾ നമ്മൾ ഇൻറ്റു x ഇടുന്നു. ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെ sin x/2 വരുമ്പോൾ താഴെ x/2 വരണം. അപ്പോൾ ഇൻറ്റു x/2 ഇടണം. ഇതെല്ലാം സ്ക്വയറിൻ്റെ അകത്താണ്. ഹോൾ സ്ക്വയർ ഉണ്ട്. സ്ക്വയറൊക്കെ വിട്ട് പോയത് ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് ആവശ്യമില്ലാത്തതാണ്. ഈ എക്സും കൂടെ വെട്ടിക്കളഞ്ഞു. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഞാനിവിടെ 1 ഇടാൻ കാരണം 2 ഇവിടെ താഴെ കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എക്സ് മാത്രം ഇടണമെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി. ഇവിടെ /2 ഉള്ളതുകൊണ്ട് 1/1/2 എന്ന് വരും. അത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 അങ്ങ് ഇട്ടത്. ഇനി that is equal to നമുക്ക് ലിമിറ്റ് x tends to 0 sin x by x whole divided by sin x/2 by x/2 ഇത് ഒരുമിച്ചാണ് സ്ക്വയർ ഇട്ടു. ഇത് മിച്ചമുള്ള നമ്മൾ മാറ്റി സ്ക്വയർ ഇടുക. ഇത് സ്ക്വയറിൻ്റെ അകത്ത് തന്നെയാണ് 1 whole divided by 1/2 whole square. ഇത് മാറ്റി കിട്ടും. 1 whole divided by 1/2 എന്നാണ്. മാറിപ്പോകരുത്. ആ ഹോൾ സ്ക്വയർ കിട്ടും. ഇനി നമുക്ക് 1 whole divided by 1/2 1 divided by 1/2 എന്ന് വെച്ചാൽ എന്താണ്? 1 ഇൻറ്റു തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക 2/1 വരും. അത് നമുക്ക് അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 വേണേ sin x by x whole divided by
sin x by 2 by x by 2 whole square into 1 into 2 by 1 whole square എഴുതാം. 1 by 2 അല്ലേ, 1 into 2 by 1, 1 by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ 2 by 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഈ നമ്പർ ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം. അന്നേരം 1 ഇട്ടിട്ട് 2ന്റെ സ്ക്വയർ 4 വരും. ഇനി സെപ്പറേറ്റ് ലിമിറ്റ് വേണേൽ കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x വരും, അതിന്റെ സ്ക്വയർ വരും. താഴെ അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by 2 by x by 2 ഹോൾ സ്ക്വയർ വരും. ഉണ്ടോ, sin x by x വന്നാലും sin x by 2 by x by 2 വന്നാലും ലിമിറ്റ് 1 തന്നെയാണ്. 4 into 1 by 1ന്റെ സ്ക്വയർ താഴെ 1ന്റെ സ്ക്വയർ, ലിമിറ്റിന്റെ സ്ക്വയർ ഉണ്ടല്ലോ, അതായത് ആൻസർ 4 കിട്ടും. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ലിമിറ്റും കൂടെ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ആൻഡ് ലോഗരിതമിക് ലിമിറ്റ്. എക്സ്പോണൻഷ്യൽ ലിമിറ്റ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബി റേസ് ടു എക്സ് ഫോമിൽ വരുന്ന ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് ബി. ബേസ് ബി ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഇത്. ബിയുടെ വാല്യൂ 1ൽ കൂടുതലായിരിക്കണം. ഇപ്പോൾ 2 റേസ് ടു എക്സ്, 3 റേസ് ടു എക്സ്, 5 റേസ് ടു എക്സ്, ഇതെല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണ പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് ഇ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ, ഇ റേസ് ടു എക്സ്. ഈ അവോഗാഡ്രോ നമ്പർ അറിയാലോ, 2ന്റെയും 3യുടെ ഇടയ്ക്കാണ് ഈയുടെ വാല്യൂ, 2.7 സംതിങ് വരും. അപ്പം ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇ റേസ് ടു എക്സ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗരിതം വരുന്നത് എക്സ്പോണൻഷ്യലിൽ നിന്നാണ്. ഇപ്പം നമുക്കറിയാം 2 ക്യൂബ് 8. അപ്പോൾ ഈ പവറായ 3a ആണ് നമ്മൾ ലോഗരിതം ഓഫ് 8ന്റെ ലോഗരിതം എന്ന് പറയുന്നത് ബേസ് 2. ഈ പവർ 3 ഈസ് കോൾഡ് ലോഗരിതം ഓഫ് 8 വിത്ത് ബേസ് 2, ബേസ് 2 ആണ്. അതുപോലെ 10 സ്ക്വയർ 100 ആണ്. ഇവിടെ പവറായ 2നെ ലോഗരിതം ഓഫ് 100, 100ന്റെ ലോഗരിതം ബേസ് 10, ബേസ് 10 ആയിട്ട് വരുന്നത് കോമൺ ലോഗരിതം. നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ ലോഗരിതമാണ്, ബേസ് ഇ വരുന്നത്. ബേസ് ഇ വരുന്ന ഫംഗ്ഷനാണ് ലോഗരിതം ഓഫ് എക്സ്, ബേസ് ഇ വരും. ബേസ് ഇ വരുന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പം ഇതിന്റെ ലിമിറ്റ് പഠിക്കണം. എക്സ്പോണൻഷ്യലിന്റെ ലിമിറ്റ് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, അതിന്റെ വാല്യൂ 1 ആണ്. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, അതിന്റെ ലിമിറ്റ് 1 ആണ്. എക്സ് ടെൻസ് ടു 0. അത് ലോഗരിതമിക്കിന്റെ ലിമിറ്റ് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. ഇവിടെ ബേസ് ഇ ആണ്, ബേസ് ലോഗരിതത്തിന്റെ താഴെ എഴുതുന്നത്, അതും 1 ആണ്. ഈ രണ്ട് ലിമിറ്റിന്റെ ഇക്വേഷൻ പഠിക്കണം. എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, അതും 1. ലോഗരിതം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സും 1. ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുക. അത് വെച്ചാണ് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. എളുപ്പമാണ്. നിങ്ങൾ ആ ടെക്നോമെട്രിക് ലിമിറ്റ് ചെയ്തല്ലേ, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 4x മൈനസ് 1 ബൈ എക്സ്. ഇത് കണ്ടുപിടിക്കണം. അതിനായിട്ട് എക്സ്പോണൻഷ്യലിന്റെ ലിമിറ്റ് ഇക്വേഷൻ മനസ്സിലുണ്ടാവണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ഇ റേസ് ടു എക്സ് വരുമ്പോൾ താഴെ എക്സ് വരണം. ഇവിടെ ഇ റേസ് ടു 4x ആണ്. 4x വരുമ്പോൾ താഴെ എന്ത് വരണം? 4x വരണം. ഇ റേസ് ടു 4x വരുമ്പോൾ താഴെയും 4x വരണം. അപ്പോൾ നമ്മൾ അതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 4x മൈനസ് 1 അങ്ങനെ ഇടുന്നു. താഴെ എക്സേ ഉള്ളൂ. ഇവിടെ 4x വന്നിട്ട് താഴെയും 4x വരണം. അപ്പോൾ എക്സ്ട്രാ ഒരു 4 കയറി വന്നു ഡിവൈഡഡ് ബൈ. അപ്പോൾ നമ്മളത് വാല്യൂ മാറാതിരിക്കാൻ ഇൻറ്റു 4 ചെയ്യണം. ഇൻറ്റു 4 നമുക്ക് ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. 4 ഇൻറ്റു ബാക്കിയുള്ള അങ്ങ് എഴുതിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 4x മൈനസ് 1 ബൈ 4x. ഈ ലിമിറ്റ് അതേ ഫോം അത് എക്സിന് പകരം 4x വന്നൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. 4 ഇൻറ്റു അതിൻ്റെ ആൻസർ 1. ആ ആൻസർ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമാണ്. ഒരേ അഡ്ജസ്റ്റ്മെന്റ് അവിടെ പഠിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
ഇ റൈസ് ടു 2 പ്ലസ് എക്സ് മൈനസ് ഇ സ്ക്വയർ ബൈ എക്സ്. അവിടെ ലിമിറ്റ് ഓർത്തോണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ആണ് 1. ഇപ്പം അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത്. ഇ റൈസ് ടു 2 പ്ലസ് എക്സ് ഉണ്ട്, മൈനസ് 1 അല്ല ഇ സ്ക്വയർ എടുക്കുന്നത്. നമ്മൾ അതിനെ 1 ഒക്കെ ആക്കണം. അപ്പം നോക്കുക, ഇ റൈസ് ടു 2 പ്ലസ് എക്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ കൃത്യക നിയമം പഠിച്ചല്ലോ. എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു എം പ്ലസ് എന്നിനെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നാക്കാം. അപ്പോൾ ഇ റൈസ് ടു 2 പ്ലസ് എക്സിനെ നമുക്ക് മാറ്റാം. ഇ റൈസ് ടു 2 പ്ലസ് എക്സിനെ ഇ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം, മൈനസ് ഇ സ്ക്വയർ ബൈ എക്സ്. ഇനി നോക്കാം, ന്യൂമറേറ്റർ നോക്കാം. ഇവിടെ രണ്ടിടത്തും ഇ സ്ക്വയർ കോമൺ ആണ്. ഇ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സിൽ നിന്ന് ഇ സ്ക്വയർ എടുത്ത് മാറ്റിയാൽ ഇ റൈസ് ടു എക്സ് ഉണ്ട് അവിടെ, മൈനസ് ഇ സ്ക്വയറിൽ നിന്ന് വെളിയിലേക്ക് എടുത്താൽ പിന്നെ ഇവിടെ 1 ഉണ്ട് മിച്ചം ബൈ എക്സ്. ഇ സ്ക്വയർ ഇ സ്ക്വയറിനകത്ത് എക്സ് ഒന്നും ഇല്ല, കോൺസ്റ്റന്റ് ആണ്. ഇയും കോൺസ്റ്റന്റ് ആണ്, 2ഉം കോൺസ്റ്റന്റ് ആണ്. ഈ സ്ക്വയർ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്. എക്സ് ഉള്ളത് മാത്രമേ വേരിയബിൾ ഉള്ളൂ. എക്സ് ഉള്ളത് മാത്രം നമ്മൾ ലിമിറ്റിന്റെ അകത്ത് ഇട്ടാൽ മതി. ബാക്കി എക്സ് ഇല്ലാത്ത ഫുള്ള് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ഈ സ്ക്വയർ നമുക്ക് ലിമിറ്റിന്റെ വെളിയിൽ എടുക്കാം. ബാക്കി എഴുതുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇതിന്റെ ലിമിറ്റ് നമുക്കറിയാം 1 കണ്ടോ, ഡയറക്റ്റാ ഇ സ്ക്വയർ ഇൻറ്റു 1 വരും. അതായത് ഇ സ്ക്വയറിന് കിട്ടും, പെട്ടെന്ന് കിട്ടും. ഓക്കെ ആയില്ലേ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു 3 ബൈ എക്സ് മൈനസ് 3. അപ്പോൾ എന്താണേലും ഡയറക്റ്റ് ലിമിറ്റ് പറ്റിയല്ല. ഇ ക്യൂബ് മൈനസ് ഇ ക്യൂബ് വരും 0, 3 മൈനസ് 3 0 വരും. ഡയറക്റ്റ് ലിമിറ്റ് പറ്റിയാൽ ഇക്വേഷൻ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മളിപ്പം ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് എന്താണേലും മൈനസിന് ശേഷം 1 ആക്കണം. ഇ ക്യൂബിനെ 1 ആക്കണം. ഇ ക്യൂബിനെ 1 ആക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ഇ ക്യൂബ്. വെറുതെ ഡിവൈഡ് ചെയ്താൽ വില മാറും, ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. നമ്മുടെ ലക്ഷ്യം ഇതിനെ 1 ആക്കുക. ബൈ ഇ ക്യൂബ് ആണ് വേണ്ടത്. ബൈ ഇ ക്യൂബ് ചെയ്യുമ്പോൾ ഇൻറ്റു ഇ ക്യൂബും ചെയ്യണം. അപ്പോൾ അത് ആദ്യം അങ്ങ് ചെയ്തേക്കാം. ഒരു ഇ ക്യൂബ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇ ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്തു, ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 അവിടെ കിടന്നോട്ടെ. നമുക്കിവിടെ ബൈ ഇ ക്യൂബ് ആണ് വേണ്ടത്. ബൈ ഇ ക്യൂബ് തന്നെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇ ക്യൂബ് അങ്ങ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബൈ ഇ ക്യൂബ് ഇല്ലേ, ബൈ ഇ ക്യൂബ് അകത്തേക്ക് ഇടുന്നു. ഇതവിടെ വെളിയിൽ കിടന്നോട്ടെ. നമുക്ക് ആവശ്യമില്ല വെളിയിലേക്ക് എടുത്താൽ പോരെ. നമുക്ക് വേണ്ടതിനെ അകത്തേക്ക് ഇടുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇ ക്യൂബ് നമുക്ക് മേളത്തെ ഇ ക്യൂബ് അവിടെ കിടന്നാൽ മതി, താഴത്തെ ഇ ക്യൂബിനെ അകത്തേക്ക് ചെയ്യാം. ഇ റൈസ് ടു എക്സ് ബൈ ഇ റൈസ് ടു 3 മൈനസ് ഇ റൈസ് ടു 3 ബൈ ഇ റൈസ് ടു 3. നമുക്ക് ഇ റൈസ് ടു 3 ബൈ ഇ റൈസ് ടു 3 ആണ് വേണ്ടത്, 1 ആകണമല്ലോ, ബൈ എക്സ് മൈനസ് 3. ഇ ക്യൂബ് നമുക്ക് ലിമിറ്റിന് വെളിയിലേക്ക് എടുക്കാം. ഇ ക്യൂബ് നമുക്ക് ലിമിറ്റിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇ റൈസ് ടു എക്സ് ബൈ ഇ റൈസ് ടു 3 എന്നതാ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ പഠിച്ചല്ലേ, എ റൈസ് ടു എം മൈനസ് എൻ. അപ്പോൾ അത് വെച്ച് ഇ റൈസ് ടു എക്സ് ബൈ ഇ റൈസ് ടു 3 നമുക്ക് ഇ റൈസ് ടു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. മൈനസ് ഇ ക്യൂബ് വെട്ടിപ്പോയിട്ട് മൈനസ് 1 വരും ബൈ എക്സ് മൈനസ് 3. ഏതാണ്ട് അതേ ഫോമിൽ വന്നു. ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഫോമിൽ വന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ആണ്, ലിമിറ്റ് ടെൻസ് ടു 0 എന്നാക്കണം. അപ്പം നമുക്ക് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ മുമ്പേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. അപ്പം നമുക്ക് അടുത്ത ചെയ്യാം. നമുക്ക് എക്സ് ടെൻസ് ടു 3 എന്നാണ്. എക്സ് ടെൻസ് ടു 3 ആകുമ്പോൾ ഈ എക്സ് മൈനസ് 3 എങ്ങോട്ടാണ് പോകുന്നത്? എക്സ് മൈനസ് 3 ടെൻസ് ടു 3 മൈനസ് 3 ഈക്വൽ ടു 0 വരും. കണ്ടോ, എക്സിന് 3, എക്സ് ടെൻസ് ടു 3 എന്നല്ലേ, എക്സിന് 3 കൊടുക്കാം. 3 മൈനസ് 3 അതായത് എക്സ് മൈനസ് 3 ടെൻസ് ടു 0 വരും. എക്സ് ടെൻസ് ടു 3ക്ക് പകരം നിങ്ങൾക്ക് എക്സ് മൈനസ് 3 ടെൻസ് ടു 0 നിൽക്കാം. എക്സ് 3ലേക്ക് പോകുമ്പോൾ എക്സ് മൈനസ് 3 0യിലേക്കല്ലേ പോകുന്നത്. ലിമിറ്റ് നമ്മൾ മാറ്റി കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ലിമിറ്റിന് പകരം ഇ ക്യൂബ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3ക്ക് പകരം എക്സ് മൈനസ് 3 ടെൻസ് ടു 0 എന്ന് എഴുതുന്നു. ഇ റൈസ് ടു എക്സ് മൈനസ് 3 മൈനസ് 1 ബൈ എക്സ് മൈനസ് 3. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നമ്മൾ മുമ്പ് ഇതുപോലെ എക്സ് മൈനസ് 3ക്ക് പുട്ട് യു ഈക്വൽ ടു എക്സ് മൈനസ് 3. എക്സ് മൈനസ് 3ക്ക് യു കൊടുക്കുന്നു. അപ്പോൾ ഇ ക്യൂബ് ഇൻറ്റു ലിമിറ്റ് എക്സ് മൈനസ് 3ക്ക് പകരം യു ടെൻസ് ടു 0 എന്ന് കൊടുക്കുന്നു.
ഇ റൈസ് ടു എക്സ് മൈനസ് 3ക്ക് പകരം ഇ റൈസ് ടു യു മൈനസ് 1 ബൈ എക്സ് മൈനസ് 3ക്ക് പകരം യു. ഇതിപ്പോൾ ഡയറക്റ്റ് ആ ലിമിറ്റ് വന്നില്ലേ, 1 വരും കണ്ടോ. ഇ ക്യൂബ് ഇൻറ്റു 1 ആൻസർ ഇ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇവിടെ 1 ആക്കാൻ വേണ്ടി ഇ ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല, വെളിയിലേക്ക് മാറ്റിയിടുന്നു. ഡിവൈഡ് ചെയ്യുന്ന ആവശ്യമുള്ളതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ലിമിറ്റിൻ്റെ ഫോമിലായി. ഈ ഇതും കൂടെ ഒന്ന് 0 ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടെൻസ് ടു 0 log 1 plus x cube by sin cube x. അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് പറ്റത്തില്ല. എക്സിന് 0 ആക്കുമ്പോൾ log 1 plus 0 log 1 വരും. log 1 എപ്പോഴും 0 ആണ്. log 1 ബേസ് എന്ത് വന്നാലും log 1 0 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 0 വരും, താഴെ sin cube 0. അത് sin 0 0 അല്ലേ, 0/0 ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ലോഗും ഉണ്ട് സൈനും ഉണ്ട്. രണ്ടിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ലോഗിൻ്റെത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ആണ്, അത് 1 ആണ്. സൈൻ്റെത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ് 1. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും മനസ്സിലുണ്ടായിരിക്കണം. അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. ഒരേ സമയത്ത് രണ്ടും കൂടി ചെയ്യരുത്, ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ചെയ്യുക. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 ബൈ സൈൻ ക്യൂബ് എക്സ്. നമ്മളിത് രണ്ടാക്കുന്നു. ലോഗ് 1 പ്ലസ് എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് താഴെയാണല്ലോ, 1 ബൈ 1 സൈൻ ക്യൂബ് എക്സ് തരും. ഈ ലോഗിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനുശേഷം സൈനിലേക്ക് പോവുക. ആദ്യം ലോഗിനെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബാണ് വന്നിരിക്കുന്നത്. ലോഗ് 1 പ്ലസ് എക്സ് വരുമ്പോൾ താഴെ എക്സ് വരണം. അപ്പോൾ ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് വരുമ്പോൾ താഴെ എന്താ വരേണ്ടത്, എക്സ് ക്യൂബ് വരണം. അപ്പം ബൈ എക്സ് ക്യൂബ് ഇടുമ്പോൾ വില മാറും. വില മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റു എക്സ് ക്യൂബ് ഇടുന്നു. താഴെ ഒരു സൈൻ ക്യൂബ് എക്സ് കിടപ്പുണ്ട്. ലോഗിൻ്റെ കാര്യം ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ് ഇൻറ്റു അടുത്തതിന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ക്യൂബ്, രണ്ടും ക്യൂബ് അല്ലേ, നമുക്ക് എക്സ് ബൈ സൈൻ എക്സ് ഹോൾ ക്യൂബ് ഇടാം. എക്സ് ബൈ സൈൻ എക്സ് ഹോൾ ക്യൂബ്. ഇതിൻ്റെ ലിമിറ്റ് എത്രയാ, ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ഫോമിലല്ലേ, 1 ഇൻറ്റു ഇതും ആ ഫോമിൽ തന്നെയല്ലേ. സൈൻ എക്സ് ബൈ എക്സിനോ എക്സ് ബൈ സൈൻ എക്സിനോ വരാമെന്ന് പറഞ്ഞിരുന്നു. ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തേത് ഓക്കെ ആയി. രണ്ടാമത്തേൻ്റെ ആൻസറും 1 തന്നെയാണ്, 1 ക്യൂബ് വരും, അതായത് 1 വരും ആൻസർ. രണ്ടിൻ്റെ ആൻസർ 1 ആണ്. ഒരെണ്ണം ശരിയാക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തത് ശരിയായി. രണ്ടും കൂടെ ശരിയാക്കാൻ പോയേക്കരുത്, ഒരെണ്ണം മാത്രം ശരിയാക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത് ശരിയാവുന്നില്ലെങ്കിൽ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. അപ്പം നമുക്കിവിടെ ഇ റൈസ് ടുവിൻ്റെ ലിമിറ്റാണ്. ഇ റൈസ് ടുവിൻ്റെ ലിമിറ്റ് ഓർക്കുന്നുണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നാണ്. അപ്പം നമ്മളിവിടെ മാറ്റുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് വന്നത് കൊണ്ട് താഴെ സൈൻ എക്സ് വരണം. ഇൻറ്റു എക്സ് അവിടെ കിടപ്പുണ്ട്, ഈ എക്സ് ഇവിടെ കിടപ്പുണ്ട്, എക്സ് താഴെ ഇവിടെ കിടപ്പുണ്ട്. അതിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 വന്നതുകൊണ്ട് ഇ റൈസ് ടു എക്സ് മൈനസ് 1 വരും. ഇ റൈസ് ടു എക്സ് വരുമ്പോൾ താഴെ എക്സ് ആണ് വരേണ്ടത്. ഇ റൈസ് ടു സൈൻ എക്സ് വരുമ്പോൾ താഴെ സൈൻ എക്സ് വരണം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇൻറ്റു എക്സ് ഇവിടെ താഴെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ബൈ സൈൻ എക്സ് ചേർത്തപ്പോൾ വില മാറും. വില മാറാതിരിക്കാൻ വേണ്ടി ഇൻറ്റു സൈൻ എക്സ് കൂടെ ചേർക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് ഒരുമിച്ച് എഴുതി. ഇൻറ്റു ആവശ്യമില്ലാത്ത രണ്ടോ മാറ്റി എഴുതി. സൈൻ എക്സ് ബൈ എക്സ് മാറ്റി എഴുതി. സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് അതൊരെണ്ണം ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് അടുത്തത്. രണ്ടിൻ്റെ ലിമിറ്റ് എന്നാ, ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഫോമിലല്ലേ, ഇതിൻ്റെ ആൻസർ 1.
ഇത് നോക്കി ഡയറക്റ്റ് സൈൻ എക്സ് ബൈ എക്സ് അല്ലേ, ഇതിൻ്റെ ലിമിറ്റ് 1, ആൻസർ 1 വരും. അപ്പോൾ എളുപ്പമാണ്, ഇങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളൊന്ന് ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിമിറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ലിമിറ്റ് തീർന്നു. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സും കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.